+1 ഫിസിക്സിലത്തെ സെക്കൻഡ് ചാപ്റ്റർ ആയ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ പാർട്ട് 3 വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് പാരലാക്സ് മെത്തേഡ് എന്ന വീഡിയോ ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഓടിപ്പോയി കണ്ടിട്ട് വരിക. കാരണം ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള 2.1 തൊട്ട് 2.4 വരെയുള്ള എക്സസൈസ് ആണ്, അല്ലെങ്കിൽ ആ ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ 2.1 അല്ല നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നത്, പകരം 2.2 ആണ്. കാരണം 2.1, 2.3, 2.4 ഇത് മൂന്നിനും ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അവർ മൂന്നുപേരും ഒരുമിച്ച് ചെയ്യാന്ന് വെച്ചു. എനിവേ 2.2 എന്ന ക്വസ്റ്റ്യൻ കണ്ടിട്ട് വരും. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫിഗർ വരയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്: എ എന്നൊരു പോയിന്റില് ഒരാള് നിൽക്കുന്നുണ്ട്. അയാൾക്ക് നേരെ മുൻപിലായി ഒരു സ്ട്രെയിറ്റ് ലൈനിൽ എന്ന പോലെ സി എന്നൊരു ടവർ ഉണ്ട്. അപ്പോ എ എന്ന പൊസിഷനിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് ദൂരെയായിട്ട് ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ഓയും അയാൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അയാൾ എ എന്ന പോയിന്റിൽ നിന്ന് 100 മീറ്റർ അകലേക്ക് നടക്കുകയാണ്. അത് എ സി എന്നൊരു ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയ രീതിയിലാണ് വലതുവശത്തോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട്, അല്ലെങ്കിൽ എ സി എന്ന ലൈന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇവിടെ 90 ഡിഗ്രി വരുത്തിക്കൊണ്ട് അയാൾ നടക്കുന്നത്. അപ്പോൾ 100 മീറ്റർ ആണ് ഇങ്ങോട്ടേക്ക് നടന്നത് ബി എന്ന പോയിന്റ് വരെ. എ എന്ന പോയിന്റിൽ നിന്ന് സിയിലേക്ക് നോക്കുമ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ, അല്ലെങ്കിൽ നേരെ മുന്നിലായിട്ടാണ് അയാൾക്ക് ടവർ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് ബി എന്ന പോയിന്റിൽ നിന്ന് സിയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ആംഗിൾ ഡിഫറൻസ് അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ആംഗിൾ ഡിഫറൻസ് 40 ഡിഗ്രി ആയിരുന്നു. ഇനി എയിൽ നിന്ന് ഓയിലേക്ക്, എയിൽ നിന്ന് ഒ എന്ന ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിലേക്ക് നോക്കുന്ന സമയത്തും ബിയിൽ നിന്ന് ഓയിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരേ അളവായിട്ടാണ് അയാൾക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ എഴുതി വെക്കാൻ പറ്റും AO അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു BO എന്ന്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ AC എന്ന അളവാണ്. അതായത് എ എന്ന പൊസിഷനിൽ ആ മാൻ നിൽക്കുന്ന സമയത്ത് ഈ ടവർ എത്ര അകലെയാണ് നിന്നിരുന്നത് എന്നതാണ് ചോദ്യം. അപ്പൊ പിന്നെ ഈ ഒരു ഓയുടെ പ്രസൻസ് എന്തിനാണെന്ന് നമുക്ക് തോന്നും. ആ ഓ നമുക്ക് ആവശ്യമില്ല നമ്മളുടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട്. ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷെ ഈ എക്സസൈസുകൾ ചെയ്യാനോ ചെയ്ത് പഠിക്കാനോ ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാനും പാടില്ല. 60 മാർക്കിന്റെ ചോദ്യ പേപ്പറിൽ 18 മാർക്ക് വരെ നിങ്ങൾക്ക് ഈ ഒരു ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുന്നതിലൂടെയാണ് ലഭിക്കാൻ പോകുന്നത്. അതും ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാക്ട് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യങ്ങളിലത്തെ വാല്യൂവിന് മാത്രം എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളോടെയാണ്, ആ പാറ്റേണിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങളോടെയാണ് ചിലപ്പോൾ ചോദ്യ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരിക. അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എക്സാക്ട് ക്വസ്റ്റ്യൻ വന്നാൽ ഏറ്റവും പെട്ടെന്ന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പൊ എന്തായാലും ബാക്കി നോക്കാം. അപ്പോ ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യൻ എന്നല്ല ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അവരെന്തൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ എഴുതി വെക്കാം. ഇപ്പൊ ഈ ഒരു ഫിഗർ കംപ്ലീറ്റ് ആവുന്ന നിമിഷം എന്റെ കയ്യിൽ 2 വാല്യൂ ഉണ്ട്. ഇപ്പോ തീറ്റ എന്ന് പറയുകയാണെങ്കിൽ അവരൊരു ആംഗിൾ തന്നിട്ടുണ്ട്, അതാണ് 40 ഡിഗ്രി. അതുപോലെ ബേസും നമ്മൾക്കിപ്പോ കിട്ടിക്കഴിഞ്ഞു, ഒരു 100 മീറ്റർ എന്നുള്ളത്. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഈ എസിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബിയിലോട്ട് നടക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ ഊഹിക്കാൻ പറ്റും ഈ വരച്ചൊരു ഫിഗർ ഏകദേശം ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് എന്നുള്ളത്. അതായത് അതിൽ നിന്ന് സൈനും കോസും ടാനും ഒക്കെ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയും എന്നുള്ളൊരു ഹിന്റ് ആണ് ആ ക്വസ്റ്റ്യനിൽ നിന്ന് പെർപെൻഡിക്കുലർ എന്ന് എടുത്തു പറഞ്ഞതിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു പാരലാക്സ് മെത്തേഡ് ആവശ്യമില്ല. പകരം നമ്മൾ ചെറിയ ക്ലാസ്സോട്ട് പഠിക്കുന്ന സൈനും കോസും ടാനും ഇതിൽ ഏതാണ് അപ്ലിക്കബിൾ ആവുക എന്ന് മാത്രം നോക്കിയാൽ മതി.
ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരേ ഒരു ആംഗിൾ ആണ്, അത് 40 ഡിഗ്രി ആണ്. അപ്പോ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള 100 അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് AC ആണ്. അതായത് ഇതിന് അഡ്ജസന്റ് വരുന്നത് പോലെ. അഡ്ജസന്റ് ഏതിലാണ് വരുന്നത്? ഒന്നുകിൽ കോസില് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ചെയ്താലാണ് നമുക്ക് കോസ് കിട്ടുക. പക്ഷെ ഹൈപ്പോട്ടന്യൂസിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ ആ ചാൻസ് അവിടെ ഇല്ലാതാവണം. ഇനി നമുക്കുള്ളത് ടാൻ ആണ്. ടാനിലാണെങ്കിൽ ടാൻ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. ഓപ്പോസിറ്റ് സൈഡിന്റെ വാല്യൂ നമ്മൾക്ക് ഉണ്ട്. അപ്പൊ അഡ്ജസന്റ് ആയ AC കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ടാൻ തീറ്റ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇനി ഇവിടെ അത് എഴുതാൻ പോവുകയാണ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. ഇവിടത്തെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് AB ആണ്. അപ്പൊ ഞാനത് എഴുതി. അഡ്ജസന്റ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് AC ആണ്. അത് ഞാനിവിടെ എഴുതുകയാണ്. ഇനിയുള്ള കാര്യം എന്ന് പറഞ്ഞാല് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടാൻ തീറ്റ അല്ല, പകരം AC ആണ്. അപ്പൊ ഈ ഒരു AC കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പൊ ഈ ഇക്വേഷനിൽ ഞാൻ 1 എന്ന നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടാവുന്ന മറ്റു 2 ഇക്വേഷൻസ് കൂടി നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതായത് ടാൻ തീറ്റ ഇനി ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഡിവൈഡഡ് ബൈ ആയി നിൽക്കുന്ന അഡ്ജസന്റിനെ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് ഞാൻ എടുക്കാൻ പോവുകയാണ്. എപ്പോഴും ഓർത്ത് വെക്കേണ്ട കാര്യമാണ്, നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക്, അതായത് ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിൽ നിന്നൊരു വാല്യൂ എടുക്കുന്ന സമയത്ത് അത് ഡിവിഷൻ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് കയറുന്ന സമയത്ത് മൾട്ടിപ്ലിക്കേഷൻ ആയി മാറും. കാണാം. അപ്പോ ടാൻ തീറ്റയ്ക്ക് അടുത്തേക്ക് ഞാൻ ഈ അഡ്ജസ്റ്റന്റിനെ കൊണ്ടുവരികയാണ്. അപ്പൊ ഡിവൈഡഡ് ബൈ ആയി നിന്ന് ഇതിനെ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയി മാറുന്നു. അപ്പൊ ടാൻ തീറ്റ ഇൻറ്റു അഡ്ജസ്റ്റന്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് കിട്ടുകയാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇപ്പോഴും നമുക്ക് ആവശ്യം അഡ്ജസ്റ്റന്റ് ആണ്. അപ്പൊ അതിലേക്കുള്ള ഇക്വേഷൻ നമ്മൾ അടുത്തത് വീണ്ടും കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ അഡ്ജസ്റ്റന്റിനെ ഞാൻ അവിടെ നിർത്തി. ഇനി ഈക്വൽ ടുവിന്റെ ഏത് ഭാഗത്തേക്കായാലും ശരി നമ്മൾ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ടാവും. അതിന്റെ ബേസിലാണ് കൂടെയുള്ളവരിനെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും ഒക്കെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഏത് ഭാഗത്തേക്കാണ് എടുക്കുന്നതാണെങ്കിലും ശരി, ഇപ്പോ ഡിവൈഡഡ് ആയി നിന്നത് ഇങ്ങോട്ടേക്ക് കയറിയ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ അതിന്റെ വൈസ് വേഴ്സ എന്ന് വെച്ചാൽ ഈ ടാൻ തീറ്റയെ ഇനി ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊടുക്കുന്ന സമയത്ത് അത് ഡിവിഷൻ ആയിട്ടാണ് കയറുക. കാരണം ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോ അഡ്ജസന്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്നുള്ളതിന് ചേഞ്ച് ഇല്ല, അവരെ നമ്മൾ അനക്കുന്നില്ല. അപ്പോ ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ ഡിവിഷൻ ആയി മാറുന്നു ടാൻ തീറ്റ. ഇനി ഞാൻ ഇതിന്റെ ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോ അഡ്ജസന്റ് എന്ന് പറഞ്ഞാല് AB ആണ്. അഡ്ജസന്റ് എന്ന് പറയുന്നത് AC ആണ്. AC ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് AB ആണ്. ഇവിടെ ടാൻ തീറ്റ, തീറ്റയുടെ വാല്യൂ 40 ഡിഗ്രി ആയതുകൊണ്ട് ടാൻ 40 എന്ന് ഞാൻ എഴുതുന്നു. ഇനി ACയുടെ വാല്യൂ, അതായത് AC ഈസ് ഈക്വൽ ടു ABയുടെ വാല്യൂ 100 ആണ്. ടാൻ 40യുടെ വാല്യൂ നിങ്ങൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുക കിട്ടും. +1 ആയതുകൊണ്ട് സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ 0.8391 ആണ് ടാൻ 40യുടെ വാല്യൂ വരുന്നത്. ഇനി ഇതും നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. അതിന്റെ ആൻസർ ആയിട്ട് 119 മീറ്റർ ആണ് നമുക്ക് കിട്ടുക. അതായത് A എന്ന പൊസിഷനിൽ നിന്ന് C എന്ന ടവറിലേക്ക് നോക്കുന്ന സമയത്ത് 119 മീറ്റർ ആണ് ദൂരം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കഴിഞ്ഞു, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് 2.1 ചെയ്യാം. ക്വസ്റ്റ്യൻ കണ്ടിട്ട് വരും. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് അത്രയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോ നമുക്ക് ഒരു ആംഗിൾ അളക്കാൻ 2 രീതിയിൽ പറ്റും. ഒന്ന് ഡിഗ്രി എന്ന മെഷർ ഉപയോഗിച്ചും പറ്റും, 2 റേഡിയൻ ഉപയോഗിച്ചും നമുക്ക് അളക്കാൻ പറ്റും. പാരലാക്സ് മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം റേഡിയനിലാണ് നമുക്ക് ആംഗിൾ മെഷർ ആവശ്യം.
അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതാണ് ഓടിപ്പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞത്. അപ്പൊ മനസ്സിലാവും നമുക്ക് ഒരു പാരലാക്സ് മെത്തേഡ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആംഗിൾ അളന്നിട്ടുണ്ടാവേണ്ടത് റേഡിയനിലാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എപ്പോഴും തന്നിട്ടുണ്ടാവുക ഡിഗ്രിയിലായിരിക്കും. അപ്പൊ ഈ ഡിഗ്രിയിൽ തന്ന മെഷറിന് റേഡിയനിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഫർദർ ആൻസർ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾ, ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലാതെ മറ്റൊരു എക്സാമ്പിളിന് തുടങ്ങാം. ഇപ്പൊ സപ്പോസ് നിങ്ങളുടെ ഇടയില് 360 ഡിഗ്രി എന്നൊരു മെഷറാണ് തന്നിരിക്കുന്നത്. ഇത് ഡിഗ്രിയിലാണ് ഉള്ളത്. ഇതിന് റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇതിനെ എന്നല്ല ഏതൊരു ഡിഗ്രി മെഷറിനെയും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ π/180 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും. ഇതിന്റെ ആൻസർ നോക്കിയോ, 360ൽ 180 2 പ്രാവശ്യം പോവും. അപ്പൊ ആൻസർ ഈസ് ഈക്വൽ ടു 2π. അപ്പോ ഡിഗ്രി മെഷറായ 360ക്ക് ഈക്വൽ ആണ് 2π എന്ന റേഡിയൻ മെഷർ. ഇപ്പൊ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഫസ്റ്റ്, ഈ ക്വസ്റ്റ്യന്റെ എ എന്നൊരു പാർട്ട് 1 ഡിഗ്രിയെ റേഡിയനിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ 1 ഡിഗ്രിയെ നമ്മൾ π/180 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു എന്ത് വരും? π/180 എന്ന് തന്നെ വരും. ഇത് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ 1.745 × 10⁻⁻² റാഡ്. റേഡിയന്റെ യൂണിറ്റ് ആണ് റാഡ്. അതൊരിക്കലും ഇടാൻ മറക്കരുത്. ഇനി ഇവിടെ അങ്ങോട്ടേക്ക് ചെയ്യുന്നതിലല്ല യൂണിറ്റ് പ്രധാനമാണ്. ആൻസർ ശരിയാണെങ്കിൽ പോലും യൂണിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 മാർക്ക് വരെ പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് എ നമുക്ക് സിമ്പിൾ ആയി കിട്ടി, കാരണം ഡിഗ്രിയെ ചേഞ്ച് ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. സോ വലിയ പ്രശ്നമില്ല. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് എങ്ങനെ തന്നിട്ടുണ്ടാവും? ഒരു 1 തന്നിട്ടുണ്ടാവും, മേലെ ഒരു അപ്പോസ്ട്രോഫിയും തന്നിട്ടുണ്ടാവും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. പറഞ്ഞുതരാം. നമ്മൾ പൊതുവെ ടൈമിലത്തെ അവറിനാണ് മിനിറ്റും ടൈമിനാണ് നമ്മൾ അവർ മിനിറ്റ് സെക്കൻഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുക. അവർ ഏറ്റവും വലുത്, അതിനേക്കാളും ചെറിയ യൂണിറ്റ് ആണ് മിനിറ്റ്, അതിൽ നിന്നും ചെറിയ യൂണിറ്റ് ആണ് സെക്കൻഡ്. ഇതാണ് നമ്മൾക്ക് പരിചയമുള്ളത്. ഡിഗ്രിക്കും അതുപോലെ തന്നെയാണ്. ഡിഗ്രിക്ക് ഒരു അവറിന്റെ സ്ഥാനം തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡിഗ്രിയുടെ തൊട്ട് താഴെയുള്ള യൂണിറ്റ് ആയിട്ട് മിനിറ്റ് വരും, അതിന് തൊട്ട് താഴെയുള്ള യൂണിറ്റ് ആയിട്ട് സെക്കൻഡ്സ് വരും. ടൈമിനുള്ളതുപോലെ തന്നെ 60 മിനിറ്റ് ആണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത്. ടൈമില് പറഞ്ഞാൽ 60 മിനിറ്റ് 1 മണിക്കൂറാണെങ്കിൽ ഇവിടെ ഡിഗ്രിയിൽ 60 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രിയാണ്. സോ ആ മിനിറ്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് മുകളിൽ ഒരു അപ്പോസ്ട്രോഫി കൊടുക്കുന്നത്. 60 മിനിറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി. ഇനി ഒരു മിനിറ്റ് എന്ന് പറയുന്നത് ടൈമില് 60 സെക്കൻഡ് ആണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഒരു മിനിറ്റ്, ആ മിനിറ്റിന് നമ്മൾ ഡബിൾ അപ്പോസ്ട്രോഫി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പോ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. മിനിറ്റിനെ ഒരു അപ്പോസ്ട്രോഫി കൊണ്ടും സെക്കൻഡിനെ 2 അപ്പോസ്ട്രോഫി കൊണ്ടുമാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോ ഇവിടെ മിനിറ്റിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കാരണം ആലോചിച്ച് നോക്കിയാൽ ഒരു ഡിഗ്രിയുടെ അളവാണ്, റേഡിയന്റുള്ള അളവാണ് ഈ 1.745 × 10⁻² തന്നിരിക്കുന്നത്. അതും ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിനെ ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു അളവിന്റെ 60 പാർട്ടുകളിൽ 1 മാത്രമാണ് ഈ 1 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ തന്ന ആൻസറിനെ 1.745 × 10⁻²നെ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ഒരു പാർട്ട് കിട്ടാൻ വേണ്ടി, അതായത് നമ്മുടെ 1 മിനിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആൻസർ ആയിട്ട് 2.91 × 10⁻⁴ റാഡ് എന്നാണ് വരിക. ഇതാണ് 1 മിനിറ്റിന്റെ അളവ്. ഇനി അടുത്തത് 1 സെക്കൻഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 1 സെക്കൻഡ്. ഇതേ ലോജിക്ക് തന്നെയാണ്. ഒരു മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണ്. അപ്പൊ ഈ 60 സെക്കൻഡിന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഈ വാല്യൂയിൽ നിന്ന് 60 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 1 സെക്കൻഡിന്റെ വാല്യൂ കിട്ടും.
അപ്പോൾ ചെയ്യാം 2.91 into 10 raised to minus 4 divided by 60. That is equal to 4.85 into 10 raised to minus 6 radian. ഇതാണ് ഉത്തരം. അപ്പോൾ 1 ഡിഗ്രി തന്നാൽ ഇതാണ്. ഒരു ഡിഗ്രിയെ നിങ്ങൾക്ക് റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു മെഷർ ചെയ്താൽ മതി. ഇപ്പൊ സപ്പോസ് ഇനി നോക്കിക്കോളൂ, 36 എന്നൊരു ഡിഗ്രിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഈ π/180യുടെ വാല്യൂ തന്നെയാണ് എന്ത് 1.745 into 10 raised to minus 2 എന്നുള്ളത്. അപ്പൊ 36ന്റെ കൂടെ സിമ്പിൾ ആയിട്ട് ഒരു ഇൻറ്റു ഇട്ടിട്ട് 1.745 into 10 raised to minus 2 എന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് സപ്പോസ് 3 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത് എന്ന് വിചാരിക്കുക. ഈ 3 മിനിറ്റിനെ റേഡിയനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 1 മിനിറ്റിന്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നു 2.91 into 10 raised to minus 4 ആണെന്നുള്ളത്. അപ്പൊ 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ഇതിന്റെ കൂടെ ചുമ്മാ ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ 3 into 2.91 into 10 raised to minus 4. അതേപോലെ തന്നെ ഇനിയിപ്പോ സെക്കൻഡ്സ് ആണ് തന്നിരിക്കുന്നത്. സപ്പോസ് 1000 സെക്കൻഡ്സ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 1 സെക്കൻഡിന്റെ വാല്യൂ ഇതാ 4.85 into 10 raised to minus 6 ആണ്. അപ്പൊ 1000 സെക്കൻഡ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടിനെയും സിംപ്ലി ഇൻറ്റു ചെയ്താൽ മതി. അതിന് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അതുകൊണ്ട് തന്നെ ഈ 3 വാല്യൂസും നിങ്ങൾ കാണാതെ മനസ്സിലാക്കി വെക്കുന്നത്, പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സോ ഫർദർ മൾട്ടിപ്ലിക്കേഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിട്ട് വരും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടോ എന്ന് വിചാരിക്കുന്നു. കാരണം സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്, അതിൽ ട്വിസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ 2 വാല്യൂ തന്നിട്ടുണ്ട്, പാരലാക്സ് ആംഗിളും തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ഡയമീറ്ററും തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ എർത്തിന്റെ 2 ഡയമീട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സിൽ നിന്ന് മൂണിനെ വീക്ഷിക്കുകയാണ്. അപ്പൊ ഉണ്ടാവുന്ന പാരലാക്സ് ആംഗിൾ ആണ് ഈ 1 ഡിഗ്രി 54 മിനിറ്റ്. ബേസിസ് അവർ ഡയമീട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സിൽ നിന്ന് നോക്കിയ കാരണം എർത്തിന്റെ ഡയമീറ്റർ ആയിട്ട് തന്നെയാണ് വന്നിട്ട്. ഈ ഡയമീറ്റർ ആണ് ഇവിടെ 1.276 into 10 raised to 7 ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഇനി നമുക്ക് മനസ്സിലാക്കണം അല്ലെങ്കിൽ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മൾ 1 ഡിഗ്രിയെയും മിനിറ്റിനെയും ഒക്കെ മാറ്റാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പഠിച്ചു. പക്ഷെ ഇവിടെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത് 1 ഡിഗ്രി 54 മിനിറ്റ് എന്ന്. നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്തും അതിന്റെ യൂണിറ്റ് SI യൂണിറ്റ് ഏതാണോ അതിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം. ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് 10 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ലെങ്ത് ആണ് എന്ന് മനസ്സിലായി. ലെങ്ത്തിന്റെ SI യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. അപ്പൊ ആ മീറ്ററിലേക്ക് ഈ സെന്റിമീറ്റർ ചേഞ്ച് ചെയ്യണം. 10 സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാല് 0.1 മീറ്റർ ആണ് വരിക. അപ്പൊ ഈ 0.1 മീറ്റർ ആണ് അതിന്റെ റിയൽ വാല്യൂ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. 0.1 മീറ്റർ എന്നായിരിക്കും, 10 സെന്റിമീറ്റർ എന്നായിരിക്കില്ല. അങ്ങനെ 10 സെന്റിമീറ്റർ യൂസ് ചെയ്താൽ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോവും. അപ്പോ ടൈമിന്റെ കാര്യം എടുക്കണമെങ്കിൽ സെക്കൻഡ് ആണ് അതിന്റെ SI യൂണിറ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് 1 മണിക്കൂർ തന്നാൽ ആദ്യം അതിനെ ആ 1 മണിക്കൂറിന് മിനിറ്റിലേക്ക് ആക്കണം. എന്നിട്ട് ആ മിനിറ്റ്സിനെ മുഴുവൻ സെക്കൻഡ്സിലേക്ക് മാറ്റിയിട്ട് ആ സെക്കൻഡ്സിനെ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ഒരു കാര്യം അറിയാം, ഡിഗ്രിയും അതുപോലെ തന്നെ ടൈം പോലെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിഗ്രിയെയും നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റിയിട്ട് ആ സെക്കൻഡ്സിന്റെ റേഡിയൻ വാല്യൂ വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ. അപ്പൊ ആദ്യം ഇത് മുഴുവനായിട്ട് നമുക്ക് മിനിറ്റ്സിലേക്ക് മാറ്റാം. 54 മിനിറ്റ് അവിടെ നിൽക്കട്ടെ. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ കൂടെ പ്ലസ് ചെയ്ത് കൊടുക്കാം. 60 minutes plus 54 minutes is equal to 114 minutes. അപ്പൊ ടോട്ടലി ഇത്ര മിനിറ്റ്സ് ആണ് ഉള്ളത്. ഇനി 1 മിനിറ്റില് 60 സെക്കൻഡ്സ് ആണ് ഉള്ളതെങ്കിൽ 114 മിനിറ്റ്സില് എത്ര സെക്കൻഡ്സ് ഉണ്ടാവുന്നത് അടുത്ത സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുക. അതിനെന്ത് ചെയ്താൽ മതി? 114 into 60 ചെയ്താൽ നമുക്ക് ഇത് മുഴുവൻ എന്തിലായി കിട്ടി? സെക്കൻഡ്സിലായിട്ട് ചേഞ്ച് ചെയ്ത് കിട്ടി. കഴിഞ്ഞ
ആൻസർ സോൾവ് ചെയ്യുമ്പോഴേ ഞാൻ പറഞ്ഞു ആ വാല്യൂസ് മുഴുവൻ സെക്കൻഡ്സിനെ മാറ്റാനാണെങ്കിൽ മിനിറ്റ്സിനെ മാറ്റാനാണോ എങ്കിലും ഒക്കെ വാല്യൂസ് കാണാതെ പഠിച്ചു വെക്കാൻ. ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം സെക്കൻഡ്സിന് റേഡിയനിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള വാല്യൂ മാത്രമാണ്. അപ്പൊ ഇതിന്റെ കൂടെ ഒരു സെക്കൻഡിന്റെ വാല്യൂ ആയ 4.85 into 10⁻⁻6 ഇട്ട് കൊടുക്കാം. ഇനി ഇത് നിങ്ങൾ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ആൻസർ കിട്ടും 3.32 into 10⁻⁻2 എന്ന്. അപ്പൊ എന്തായി, നമ്മുടെ തീറ്റനെ ഡിഗ്രിയിൽ തന്ന മെഷറിനെ നമ്മൾ റേഡിയനിലേക്ക് മാറ്റി കണ്ടുപിടിച്ചു വെച്ചു. നമുക്ക് പക്ഷെ ശരിക്കും കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണ്. അത് പാരലാക്സ് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള ആ ഒരു വീഡിയോയിലുണ്ട്. D is equal to B/θ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബേസിസ് എന്ന് പറയുന്നത് എർത്തിന്റെ ഡയാമീറ്റർ ആയ കാരണം ഈ B ഞാൻ മാറ്റി ഡയാമീറ്റർ D ആണ് കൊടുക്കുന്നത്. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് ഈ വാല്യൂസ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 1.276 into 10⁻⁷ divided by നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന റേഡിയൻ മെഷറിന്റെ വാല്യൂ 3.32 into 10⁻⁻2. ഇത് ഇനി ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ 3.84 into 10⁻8 മീറ്റർ ആണ് ആൻസർ കിട്ടുക. ഈ മീറ്റർ ഇടാൻ മറക്കരുത്. ഡിസ്റ്റൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതൊരു ലെങ്ത് ആണ്. സോ യൂണിറ്റ് ഏതിൽ വരും? മീറ്ററിലാണ് വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഇവിടെ കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കണ്ടിട്ട് വരും. ഇത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന് അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷെ ഇവിടെയും ആംഗുലർ ഡയമീറ്റർ ഡിഗ്രിയിലത്തെ സെക്കൻഡ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം അതിനെ നമുക്ക് റേഡിയനിലേക്ക് മാറ്റാം. ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 4.85 into 10⁻⁻6 സെക്കൻഡ്സ് ആണ്. അപ്പൊ 1920 സെക്കൻഡ്സ് എന്ന് പറയുന്നത് ഇതിനെ ഇൻഡു ചെയ്താൽ മാത്രം മതിയാവും അതിന്റെ കൂടെ. ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ ആയിട്ട് 9.31 into 10⁻⁻3 ആണ് കിട്ടുക. അപ്പൊ നമ്മളുടെ ആംഗുലർ ഡയമീറ്റർ ഇവിടെ റേഡിയനിലേക്ക് കൺവേർട്ട് ആയിട്ട് ശരിയായി. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആ ഒരു ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും സണ്ണിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനായിട്ട്. നമുക്കറിയാം നമ്മുടെ പഴയ ആ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ പാരലാക്സ് മെത്തേഡിൽ D is equal to basis by theta എന്നായിരിക്കും. നമ്മളുടെ ഈ കാര്യത്തിൽ ആംഗുലർ ഡയമീറ്റർ ആയ കാരണം ആ തീറ്റയെ റീപ്ലേസ് ചെയ്തിട്ട് ആംഗുലർ ഡയമീറ്റർ ഇട്ട് കൊടുക്കുന്നു. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബേസിസ് എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്. അത് കാരണം D എന്നും ഇട്ട് കൊടുക്കുന്നു. ഇനി ഇതിനെ ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഡയാമീറ്റർ കണ്ടുപിടിക്കാൻ എന്ന പോലെ ആക്കുകയാണ്. അപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഡയാമീറ്റർ കണ്ടുപിടിക്കാനുള്ള സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ആംഗുലർ ഡയാമീറ്ററിനെ ലെഫ്റ്റിലേക്ക് എടുക്കുന്നു. അപ്പൊ ഡിവൈഡഡ് ആയി നിന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കയറുന്നു. സോ ഡിസ്റ്റൻസ് ഇൻറ്റു ആംഗുലർ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു ഡയമീറ്റർ. ഇനി ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഡയമീറ്ററിന്റെ വാല്യൂ ഉണ്ട് 1.496 into 10⁻11 ആണ്. ഇനി അതേ ഇൻറ്റു ആംഗുലർ ഡയമീറ്റർ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു റേഡിയനിൽ 9.31 into 10⁻⁻3 എന്ന് ഈസ് ഈക്വൽ ടു 1.39 into 10⁻9 മീറ്റർ. അപ്പൊ ഈ ക്വസ്റ്റ്യനില് ഡിസ്റ്റൻസ് ഡയാമീറ്റർ കണ്ടുപിടിക്കാനേ ഉള്ളൂ. സോറി. അപ്പൊ ഡയാമീറ്ററും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ 2.1 തൊട്ട് 2.4 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. എത്രത്തോളം ഒരു എക്സസൈസ് കിട്ടുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. എനിവേ ഈ വീഡിയോ ഇവിടെ കഴിയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഉള്ള ബെല്ലൈക്കൺ കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മൾ വീഡിയോ അടുത്തടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.